ഇസ്രയേലിന്റെ ആണവ പദ്ധതികളുമായും സൗകര്യങ്ങളുമായും ബന്ധപ്പെട്ട ചില രേഖകൾ ഉൾപ്പെടെ നിരവധി സെൻസിറ്റീവ് രേഖകൾ ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട് ഇറാന്റെ സ്റ്റേറ്റ് മീഡിയകൾ. കഴിഞ്ഞ വർഷം ഇസ്രയേലി ആണവ ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന സൈബർ ആക്രമണത്തിനിടെയാണ് ഈ രേഖകൾ എടുത്തതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്നാൽ സ്വന്തം ആണവ പദ്ധതിയെ ചൊല്ലി വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടെയാണ് ഇറാൻ ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നതും. രേഖകൾ നേടുന്നതിനുള്ള പ്രവർത്തനം കുറച്ചുകാലം മുമ്പാണ് നടന്നതെങ്കിലും വലിയ അളവിലുള്ള ചില രേഖകളും വസ്തുക്കളും ഇറാനിലേക്ക് സുരക്ഷിതമായി മാറ്റേണ്ടതിൻ്റെ ആവശ്യകത തങ്ങൾക്ക് ബോധ്യമായതായും ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേലിൽ നിന്നും കടത്തിയ രേഖകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പരിശോധിക്കുന്നതിന് ഒരുപാട് സമയമെടുത്തിട്ടുണ്ടെന്നും സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നുണ്ട്. 2018 ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ ഏജന്റുമാർ ഇറാനിയൻ രേഖകളുടെ ഒരു വലിയ ശേഖരം പിടിച്ചെടുത്തതായും അവകാശപ്പെടുന്നുമുണ്ട്. എന്തായാലും അമേരിക്കയുടെ ആണവ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനെതിരെ വ്യോമാക്രമണം നടത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തുകയുമുണ്ടായി. എന്നിരുന്നാലും ഏപ്രിലിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി ട്രംപ് തടഞ്ഞുവെന്നും നയതന്ത്ര കരാർ തേടാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളിലെല്ലാം വ്യക്തവുമാണ്. അതേസമയം യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തുന്നത് രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾക്ക് 100% വിരുദ്ധമാകുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇറാന്റെ ദേശീയ ടാങ്കർ കമ്പനിയുമായി ബന്ധമുള്ള കുറഞ്ഞത് 2 കമ്പനികൾ ഉൾപ്പെടെ 10 വ്യക്തികളെയും 27 സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ഇറാനുമായി ബന്ധപ്പെട്ട പുതിയ ഉപരോധങ്ങൾ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇറാനുമായി പുതിയ ആണവ കരാർ ഉണ്ടാക്കുന്നതിനായി പ്രവർത്തിക്കുന്നതിന് ഇടെയായിരുന്നു ഇറാനിയൻ പൗരന്മാരെയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെയും ഹോങ്കോങ്ങിലെയും ചില സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഉപരോധങ്ങൾ അമേരിക്ക മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത്. UAEയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എയ്സ് പെട്രോകെം എഫിസെറ്റ് മോഡറേറ്റ് ജനറൽ ട്രേഡിംഗ് LLC എന്നിവയെ ട്രഷറിയുടെ വിദേശ അസറ്റ് കൺട്രോൾ ഓഫീസ് അവരുടെ സ്പെഷ്യാലിറ്റി ഡെസിഗ്നേറ്റഡ് നാഷണൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയുമുണ്ടായി. അവരുടെ എല്ലാ ആസ്തികളും അമേരിക്ക മരവിപ്പിക്കുകയും ചെയ്തു. എന്നാൽ എണ്ണ കയറ്റുമതി ചെയ്യുന്നതിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള നാഷണൽ ഇറാനിയൻ ടാങ്കർ കമ്പനിയുമായി ഇരുവർക്കും ബന്ധമുണ്ടെന്നും OFAC വ്യക്തമാക്കുകയുണ്ടായി. ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ ചൊല്ലി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കം ഇപ്പോഴും പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ യുറേനിയം സമ്പുഷ്ടീകരണം സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് എപ്പോഴും തടസ്സപ്പെട്ടിരുന്നു. അതോടൊപ്പം ആണവ പദ്ധതിയെ ചൊല്ലി അമേരിക്ക ഭീഷണി മുഴക്കിയതിനെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച റഷ്യയോട് നന്ദിയും അറിയിച്ചിരിക്കുകയാണ് ഇറാൻ. മുതിർന്ന ഇറാനിയൻ നിയമസഭാംഗം അബോൽ ഫാസൻ റഷ്യയ്ക്ക് നന്ദിയും അറിയിച്ചത്. എന്നാൽ ഏപ്രിലിൽ അമേരിക്ക ഇറാൻ രാജ്യങ്ങൾ തമ്മിൽ ആണവ സമാധാന കരാർ സംബന്ധിച്ച് ഒമാനിൽ ചർച്ചകൾ ആരംഭിക്കുകയുണ്ടായിരുന്നു. ഇറാൻ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിൽ രാജ്യത്തിന് നേരെ ശക്തമായ ബോംബാക്രമണം ഉണ്ടാകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അമേരിക്കൻ ഭീഷണിക്കെതിരെ റഷ്യ ശക്തമായി രംഗത്ത് വരികയായിരുന്നു. ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ വിദേശനയ സമിതി അംഗമായ സൊഹ്റേവാൻ അമേരിക്കയുടെ ഭീഷണികളോടുള്ള റഷ്യയുടെ എതിർപ്പ് പരസ്യമായി തന്നെ വെളിപ്പെടുത്തുകയുമുണ്ടായി. എന്നാൽ ഇങ്ങനെ ചെയ്തതിന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവയെ പ്രശംസിച്ചു. അമേരിക്ക ഒഴുക്കുന്ന കെണിയിൽ വീഴാതിരിക്കാൻ ഇറാൻ അതീവ ജാഗ്രത പുലർത്തുകയാണെന്നും നിയമസഭാംഗം ഇതിനോടകം വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ ഇറാനിയൻ ആണവ സൗകര്യങ്ങളെ ലക്ഷ്യമിടുന്നതിനുള്ള അമേരിക്കയുടെ ഭീഷണികളെ നിരുത്തരവാദപരം എന്നാണ് സഖാരോവ വിശേഷിപ്പിച്ചതും. എന്നാൽ അത്തരമൊരു ആക്രമണം ലോകമെമ്പാടും വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി നയതന്ത്രത്തിലൂടെ മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു. ഇറാൻ എല്ലാ യുറേനിയം സമ്പുഷ്ടീകരണവും നിർത്തണമെന്ന അമേരിക്കയുടെ ആവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ തള്ളിക്കളയുകയുമുണ്ടായി.
എന്നാൽ 2015 ആണവ കരാർ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള 3.67% പരിധിയേക്കാൾ വളരെ കൂടുതലായി. ഇറാൻ നിലവിൽ 60% പരിശുദ്ധിയിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കുന്നുമുണ്ട്.